ഇംഗ്ലീഷിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഈ പോയമാണ് ഇത് എഴുതിയേക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എവിടെയും പോകാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പറയുന്നുണ്ട്. ദിസ് പോയം വാസ് റിട്ടൺ വെൻ ദ ബ്രിട്ടീഷ് റൂൾഡ് അവർ കൺട്രി വി വെയർ സ്ലേവ്സ് ടു എ ഫോറിൻ പവർ. അതായത് നമ്മളെ ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്ന ഒരു സാഹചര്യം അല്ലേ. രവീന്ദ്രനാഥ ടാഗോർ ദ ഗ്രേറ്റ് ഇന്ത്യൻ നാഷണലിസ്റ്റ് വിഷണറി വാണ്ടഡ് ഇന്ത്യ ടു അവേക്കൻ എ ബ്രൈറ്റ് ഡോൺ ഓഫ് ഫ്രീഡം ഫ്രം സ്ലേവറി ആൻഡ് അവർ ഓൺ മെൻ്റൽ ചെയിൻസ്. അതായത് നമുക്ക് അടിമത്തത്തിൽ നിന്നൊരു മോചനം, മറ്റുള്ളവരുടെ ഭരണത്തിൽ നിന്നുള്ളൊരു മോചനം, അത് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ എഴുതിയതാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതി കഴിഞ്ഞപ്പോൾ ആ ഫ്രീഡത്തിനെ ബേസ് ചെയ്ത് നമ്മളുടേതായ രീതിയിലുള്ളൊരു ഫ്രീഡം, നമ്മൾ മറ്റൊന്നിനെയും ഭയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒന്നാണ്. അതായത് നമ്മുടെ മനസ്സിന് നമ്മൾ അയ്യോ പേടിയാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും തന്നെ പേടിയായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു ബലം, അതായത് എന്നെ കൊണ്ടത് ചെയ്യാൻ സാധിക്കും, ഞാനത് ചെയ്യും എന്നൊരു കൊടുക്കുന്ന ആ ഒരു ബലം. അപ്പോൾ അതാണ് ഇവിടെ ഇതിൻ്റെ പോയത്തിൻ്റെ പേര് തന്നെ അതാണ്, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. അതായത് മനസ്സ്, പേടിയില്ലാത്ത ഒരു മനസ്സ്, അതാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് പേടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ഇപ്പം പരീക്ഷയെ ഭയക്കുന്ന ഒരു കുട്ടി എന്ത് ചെയ്യും, എപ്പോഴും വിചാരിക്കുന്നത് അയ്യോ ഞാൻ തോക്കും അല്ലേ. ചില കുട്ടികളുണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോക്കും. അപ്പം നമ്മൾ മനസ്സിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളാണെങ്കിലും ഓരോ സ്റ്റുഡൻസും പഠിക്കുന്ന സന്ദർഭത്തിലും എന്ത് കാര്യം ചെയ്യുന്ന സന്ദർഭത്തിലും നേരായതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, സത്യമായതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ മൈൻഡിന് ഒരു സപ്പോർട്ട് കൊടുക്കുക. ഞാൻ ചെയ്യുന്നത് നല്ലതാണ്, ഞാൻ പഠിക്കുന്നത് വിജയിക്കാനാണ്, തോൽവിക്കല്ല, എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ എന്നൊരു വാക്ക് നമ്മളെപ്പോഴും മനസ്സിനെ പറഞ്ഞ് ബലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും എത്ര പേടിയുള്ള കാര്യമായിക്കോട്ടെ നമ്മൾ ഭയം കൂടാതെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങനെ വിശദമായ രീതിയിലേക്ക് പോകേണ്ട. നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വാക്കുകൾ എന്താണെന്ന് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ and the head is held high, where the knowledge is free, where the world has not been broken up into fragments by narrow domestic walls. എന്താണ് പറയുന്നത്? നമ്മുടെ മൈൻഡ് പേടിയില്ലാത്തൊരു മൈൻഡാണെങ്കിൽ നമുക്ക് എന്തിനേയും അല്ലേ, സത്യസന്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായതാണ്, മോശമായതല്ല, അപ്പോൾ ഒന്നിനും നിരക്കാത്ത ഒന്നായ കാര്യമല്ല, സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആരെയും ഭയക്കേണ്ടതില്ല അല്ലേ. തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് ധൈര്യത്തോട് കൂടിയിട്ട് പറയാൻ പറ്റും, ഞാൻ ഇന്നതാണ് ചെയ്തത്, ആ ചെയ്തതിൻ്റെ അകത്ത് സത്യമുണ്ട് എന്ന് പറയാൻ പറ്റും. അതേസമയം കള്ളത്തരവാ ചെയ്തെങ്കിൽ നമുക്ക് അതുപോലെ തല ഉയർത്തിപ്പിടിച്ച് പറയാൻ പറ്റുമോ? നമ്മുടെ ഹെഡ് എപ്പോഴും എന്തായിരിക്കും, കുറച്ച് കുനിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കള്ളത്തരത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ ഹെഡ്, നമ്മുടെ തല അല്പം കുനിഞ്ഞിരിക്കും, നമ്മുടെ കണ്ണുകൾ കീഴ്പോട്ട് പോയിരിക്കും. പക്ഷെ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്, തലയുയർത്തി മുഖത്തോട് മുഖം നോക്കി നമുക്ക് കണ്ണോട് കണ്ണു നോക്കി നേരിട്ട് പറയാൻ പറ്റും. ആരെയും പേടിക്കാതെ ചങ്കൂറ്റത്തോടെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അവിടെ പറയുന്ന ഇതാണ്, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. ഞാൻ ആരെയും ഭയക്കുന്നില്ലെങ്കിൽ, എൻ്റെ മനസ്സിന് ആരെയും പേടിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ തലയുയർത്തി കാര്യങ്ങൾ പറയാൻ പറ്റും. വേർ നോളജ് ഈസ് ഫ്രീ, വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്. അതായത് എനിക്ക് അറിവുണ്ടെങ്കിൽ, എനിക്ക് അറിവില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ബബ്ബബേ അടിക്കും അല്ലേ. കൃത്യമായിട്ട് പറയുന്നത് സത്യമാണോ, ക്ലിയർ ആണോ, ശരിയായിട്ടുള്ളതാണോ എന്നൊക്കെ പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ആ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നമുക്ക് അറിവുണ്ടെങ്കിൽ, നമുക്ക് അറിവിനെ വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും അതിനെ എക്സാമ്പിൾസ് അടക്കം വെച്ച് നമുക്ക് നിരത്താൻ പറ്റും. അതിനെ ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല അല്ലേ. അറിവെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിലരൊക്കെ പറയും എന്തിനാ പഠിപ്പിച്ചിട്ട് അല്ലേ, പിള്ളേരെ പഠിപ്പിച്ചിട്ട് എന്നാ കാര്യം, പിള്ളേരെ പഠിപ്പിച്ചിട്ട് എന്നാ കാര്യം, ഒന്നിനും കാര്യമില്ല. പക്ഷേ അറിവെന്ന് പറയുന്നത് പഠിച്ചിട്ട് കാര്യമില്ല എന്നല്ല. നമ്മുടെ അറിവെന്ന് പറയുന്നത് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രത്തോളം കാലം നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ, നമുക്ക് അറിവായിട്ട് നമ്മുടെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്നല്ല, പഠിച്ചിട്ട് കാര്യമുണ്ട്. നമ്മൾ അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ആ അറിവ് നമ്മുടെ നിന്ന് മറ്റുള്ളവർക്ക് കവർന്നെടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. വല്ല സ്വത്തോ പണമോ ഒക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ നിന്ന് കവർന്നെടുത്ത്
കവർന്നെടുക്കാൻ പറ്റും. പക്ഷെ അറിവെന്ന് പറയുന്നത് ആർക്കും നമ്മുടെ നിന്ന് കവർന്നെടുക്കാൻ പറ്റത്തില്ല. അതിന് ആ ഒരു ഭിത്തി, അതെ, ഡൊമസ്റ്റിക് വോൾസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഭിത്തി, അതിൽ നിന്ന് നമുക്ക് ആരെയും നമ്മുടെ അറിവിനെ മറ്റുള്ള എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്ത് കവർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അറിവിനെ നേടാൻ സാധിക്കും. അതിനെ ആരും കവർന്നെടുക്കാൻ വരുന്നില്ല. വേർ വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത്സ് ഓഫ് ട്രൂ, അതായത് നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ആഴമായ അറിവുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് ആരുടെ മുമ്പിലും ചങ്കൂറ്റത്തോടെ നിന്ന് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കും. വെയർ ടയർലെസ് സ്ട്രൈവിങ് ടച്ചസ് ഇറ്റ് ആംസ് ടുവേഴ്സ് പെർഫെക്ഷൻ. എന്താണ്, നമുക്ക് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലികളിൽ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് അശ്രാന്ത പരിശ്രമം നേടാൻ പറ്റും. അത് അശ്രാന്ത പരിശ്രമം ഉണ്ടെങ്കിൽ, അല്ലെ, പേടിയുള്ള അല്ലെങ്കിൽ നമ്മൾ ഭയക്കുന്ന കാര്യങ്ങൾ അശ്രാന്ത പരിശ്രമത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലെ, പലരും നമുക്ക് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയമുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, എങ്ങനെയാ ഈ കുട്ടി ചെയ്യുന്നത്, എങ്ങനെയാ ഈ ചേട്ടൻ ചെയ്യുന്നത്, എങ്ങനെയാ ഈ ചേച്ചി ചെയ്യുന്നത്, അല്ലേ. ആ ഒരു പേടി അവിടെ വേണ്ട. അതൊക്കെ അവരവരുടെ കഠിനമായ ശ്രമങ്ങളിലൂടെ നേടിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ വേർ ദ ടയർലെസ് സ്ട്രൈവിങ് സ്ട്രെച്ചസ് ഇറ്റ് ആംസ് ടുവേഴ്സ് പെർഫെക്ഷൻ. നമ്മൾ ഒരു കാര്യം പല തവണ ചെയ്ത് അത് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഹാസ് നോട്ട് ലോസ്റ്റ് ഇറ്റ് വേ ഇൻ ദ ഡ്രൈറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. എന്താണ് പറയുന്നത്, നമ്മൾ വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ, നമുക്ക് പറയാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് നോട്ട് ലോസ്റ്റ് ഇൻ വേ ഇൻ ടു ദ ഡ്രൈറി ഡെസേർട്ട്. അതായത് നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ, അതായത് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന സ്വഭാവങ്ങളെ നമുക്ക് അതിനെ ഒരു മൂലക്കിരുത്തി സത്യസന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. വേർ ദ മൈൻഡ് ഈസ് ലെഡ് ഫോർവേഡ് by thee into every widening through an action into that heaven of freedom my father. അതായത് ഇവിടെ പറയുന്നത്, എനിക്ക് എൻ്റെ മൈൻഡ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, എനിക്ക് എൻ്റെ മൈൻഡ്, എൻ്റെ മനസ്സ് എന്നെ വഴി കാണിച്ചു തരുമെങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി, അതായത് where the mind is led forward by thee into ever widening thought and action into that heaven of freedom my father. അതായത് എനിക്ക് സത്യത്തിൻ്റെ വഴികൾ മങ്ങിയതല്ലെങ്കിൽ, സത്യസന്ധമായ കാര്യങ്ങൾ, മോശമായ ഹാബിറ്റുകൾ അതിനെ ഒഴിവാക്കി സത്യത്തിൻ്റെ പാതകൾ മങ്ങിയതല്ലെങ്കിൽ എനിക്ക് നേരായിട്ടുള്ളൊരു മാർഗം, എൻ്റേതായെന്ന് തോന്നുന്ന നല്ല മാർഗത്തിലൂടെ ഫ്രീഡത്തിൻ്റെ, അത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ആ ഫ്രീഡത്തിൻ്റെ മാർഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് എനിക്ക് കടക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് by thee into ever widening thought and action into that heaven of freedom my father let my country awake. അപ്പം നമ്മൾ ഈ അടിമത്തത്തിൻ്റെ, അതായത് പറഞ്ഞിരുന്നല്ലോ ഇവിടെ ബ്രിട്ടീഷ് റൂളിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്ലേവറി ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ ഈ കവിത എഴുതിയേക്കുന്നത്. അപ്പം രവീന്ദ്രനാഥ ടാഗോർ പറയുകയാണ്, നമ്മുടെ വഴിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞു നിൽക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള അറിവ്, ചങ്കൂറ്റം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ സ്ലേവറി എന്നൊരു അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്ന ഒരു വേർഡ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എഴുതിയതാണ്. അപ്പോൾ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ അടിമത്തത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാൻ, ആ ഫ്രീഡം അവർക്ക് ആസ്വദിക്കാൻ വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ എഴുതിയതാണ്. അതുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ പറയുകയാണ്, നമുക്ക് എൻ്റെ രാജ്യമേ നീ ഉണരുക. കാരണം നമ്മൾ ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നത്. ആ ഫ്രീഡം നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടി വരും. നമ്മൾ സത്യത്തിൻ്റെ വഴികളിലൂടെ നടക്കേണ്ടി വരും. കഠിനമായ പരിശ്രമങ്ങൾ നേടിടേണ്ടി വരും. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗം തുറന്നു കിട്ടുകയുള്ളൂ എന്ന്. അപ്പം രാജ്യത്തിലുള്ള ഓരോ വ്യക്തികളോടും രവീന്ദ്രനാഥ ടാഗോർ പറയുകയാണ്, നമ്മൾ പേടിച്ച് പുറകിലോട്ട് നിന്നിട്ട് കാര്യമില്ല. നമുക്കൊരിക്കലും സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി അതിനു വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തി നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ പല മീനിങ്ങുകളും നമുക്ക് രവീന്ദ്രനാഥ ടാഗോർ തരുന്നുണ്ട്. കാരണം
പിന്നെ എന്ത് കാര്യങ്ങളും നമ്മൾ അറിവോടുകൂടി നമ്മുടെ അറിവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അറിവ് നേടുക എന്ന് പറയുന്ന ചെറുതായിട്ടുള്ളൊരു കാര്യം, ചെറിയൊരു കാര്യമല്ല. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് അതും ചെറിയൊരു കാര്യമല്ല. കാരണം നമുക്ക് മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പം വളരെ ചെറിയൊരു കവിതയാണെങ്കിലും ഇതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ തന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അർത്ഥങ്ങൾ ജനങ്ങളെ എഴുതി അറിയിച്ചുകൊണ്ടാണ് രവീന്ദ്രനാഥ ടാഗോർ ഈ കവിത നിർത്തുന്നത്. അപ്പം ഈ കവിതയുടെ പേരും ശരിക്കും ഇതിന് ചേർന്നൊരു പേര് തന്നെയാണ്, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. അപ്പോൾ ഇതാണ് ഈ പോയത്തിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പോയം മനസ്സിലായെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.